ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് വഴുതനങ്ങ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മസാലക്കറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള മസാലക്കറി പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ കറിയാണ്. അടിപൊളി ടേസ്റ്റിലുള്ള വഴുതനങ്ങ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതുപോലെ നല്ല വയലറ്റ് നിറത്തിലുള്ള 6 മീഡിയം സൈസിലുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ കറിയിൽ കുറച്ച് ഓയിൽ കൂടുതൽ ഉണ്ടായാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയിൽ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങയും സവാളയും ചേർത്ത് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ അങ്ങനെ അധികം വെന്ത് ഉടഞ്ഞു പോവരുത്. കറക്റ്റ് പാകത്തിന് കുക്കാക്കി എടുത്താലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത ടൊമാറ്റോ നോക്കിയിട്ട് എടുക്കുക. നല്ല പഴുത്ത ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയുള്ള സാമ്പാർ ടൊമാറ്റോ പോലെയുള്ളതൊന്നും എടുക്കരുത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിലുള്ള കോൽപ്പുളി ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-18 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തത്. വലിയ അല്ലിയാണെങ്കിൽ അത്രയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2.5 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വഴുതനങ്ങ കറിക്ക് നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നത്. സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല ഉണ്ടാവുക, ഇതെല്ലാം ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അത് വഴുതനങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയത് കൊണ്ട് വഴുതനങ്ങയിലേക്ക് മസാലപ്പൊടികൾ ഇടുന്നത് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലോട്ട് മാറ്റുക. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇടയിലൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം പാകത്തിന് കുറുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങ കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. വഴുതനങ്ങയൊക്കെ പീസസ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. വഴുതനങ്ങ ഉടഞ്ഞു പോവരുത്. ഇത്രയും മതിയാവും. നമുക്ക് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വെച്ചിട്ടുള്ള മസാലക്കറിയാണ് ഇത്. ഗീ റൈസിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും സാധാരണ റൈസിൻ്റെ കൂടിയും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെജ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളി വെച്ചിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെജ് കുർമയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വെച്ചിട്ടുള്ള മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.